ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും റാഗിപ്പൊടിയും കൊണ്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഓയിലൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുള്ള പഴവും ഇതിന് യൂസാക്കാം. ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. ഇപ്പോൾ തോലൊക്കെ കറുത്ത് നമ്മുടെ വീട്ടിലിരിക്കുന്ന പഴങ്ങൾ കുട്ടികളാരും കഴിക്കാറില്ല അല്ലേ. ആ പഴവും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഞാനിത് 2 ഇവിടെ കട്ടാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് 2 കട്ട ശർക്കരയാണ് എടുക്കുന്നത്. അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇത് ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഇവിടെ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് മെൽറ്റാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ വറുത്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകും വേണ്ട, കരിഞ്ഞും പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്കൊരു ഇതേ പാത്രത്തിൽ തന്നെ വെക്കരുത് കേട്ടോ. നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇതേ പാത്രത്തിൽ തന്നെ വെച്ചാൽ ഈ പാൻ്റെ ചൂടുകൊണ്ട് അടിഭാഗമൊക്കെ ഈ പൊടിയുടെ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ അതേ ഫ്ലെയിമൊക്കെ ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള 2 നേന്ത്രപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വെള്ളം ഒന്നും ചേർക്കണ്ട, വെള്ളം ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് ഇത് മാത്രം ഒന്ന് അരച്ചെടുക്കാം. ഈ നേന്ത്രപ്പഴം മാത്രം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി ചെറിയൊരു തരികളൊക്കെ നേന്ത്രപ്പഴത്തിലുണ്ടെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് അരച്ച നേന്ത്രപ്പഴത്തിൻ്റെ ആ മിക്സ് ഇത് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 നേന്ത്രപ്പഴവും 1 കപ്പ് റാഗിപ്പൊടിയും ഞാൻ എടുത്തിട്ടുള്ള 2 ഉണ്ട ശർക്കരയും കറക്റ്റ് പാകമാണ് കേട്ടോ. ആ വെള്ളം ഒഴിച്ചു കൊടുത്തതും കറക്റ്റ് പാകമാണ്. അപ്പം അവസാനം കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം 1 കപ്പ് എന്നുള്ളത് 1.5 കപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെടുക്കുന്ന പഴത്തിനും റാഗിപ്പൊടിക്കും അനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ അളവും വരിക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ശർക്കരപ്പാനി നമ്മുടെ നേന്ത്രപ്പഴത്തിലേക്ക് ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ 2ഉം ചേർത്ത് കൊടുക്കുക. ഏലക്കപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിലും ഏലക്കേൻ്റെ പൊടി ഇല്ലെങ്കിലും ജീരകവും ഏലക്കയൊന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുഴുവനായും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ഇത്രയും പോരാ, കുറച്ച് ഇത് തിക്കിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ആദ്യം നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. മിക്സാക്കി കട്ടകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം 1 കപ്പ് വെള്ളത്തിലാണ് നിങ്ങൾ ശർക്കര മെൽറ്റ് ചെയ്യുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കൊരു 1 കപ്പ് വെള്ളത്തിൽ ശർക്കര പാനി മെൽറ്റാക്കി എടുത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നായിട്ട് ചേർക്കേണ്ട, 1/2 കപ്പ് വെള്ളം എടുത്തത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ശർക്കര പാനിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചാലും മതി. 1 കപ്പ് എന്നുള്ളത് 1.5 കപ്പ് ഒഴിച്ചിട്ട് മെൽറ്റാക്കി എടുത്താലും മതി. ഈ 2 നേന്ത്രപ്പഴവും 1 കപ്പ് റാഗിപ്പൊടിയും എടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി ഈ ഒരു പരുവത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മതി. ഇനി നമ്മളിതൊരു പാത്രത്തിൽ നിന്ന് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഒരല്പം നെയ്യൊന്ന് ആക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ ഏതെങ്കിലും വെളിച്ചെണ്ണയോ എന്തായാലും മതി. പക്ഷെ നെയ്യാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അല്പം നെയ്യൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം റാഗിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം.
ഇത് നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോളൂ കേട്ടോ. ഈ സമയത്ത് ഞാനൊരു ആവിച്ചെമ്പ് അവിടെ ആവിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം മാത്രം, വെള്ളം തിളച്ചു വന്നതിന് ശേഷം മാത്രമേ ഇത് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഗാർണിഷിനായിട്ട് ഒരല്പം കാഷ്നട്ട് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊരു നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി കറുത്തയുള്ള വെളുത്തുള്ളൊക്കെ ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കി എന്താ പറയുക ലോയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുത്തത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുക. എനിക്കൊരു 20 മിനിറ്റാണ് ഇത് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റും ബാക്കി ടൈം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിലുമാണ്. എനിക്ക് മൊത്തം 20 മിനിറ്റാണ് ഇത് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ആവി വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല മണമൊക്കെ വരും കേട്ടോ. ഇപ്പോൾ റാഗിയുടെ ഐറ്റംസ് കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിച്ചു പോകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇതായിരുന്നു നമ്മളിതൊന്ന് താഴ്ത്തി കറക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറട്ടെ. അത്യാവശ്യം നല്ലോണം ആവി വരുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ വിട്ടു വരും. ഫുള്ളായിട്ട് ചൂടാറിയിട്ടില്ല, സൈഡൊക്കെ ചൂടാറിയിരിക്കണം, നടുക്ക് ചൂട് കുറച്ചുകൂടി ഉണ്ട്. നിങ്ങളിത് എടുക്കുന്ന സമയത്ത് ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു കത്തി കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് കട്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധാരണ ചേരുവയാണില്ലേ, റാഗിയും അതുപോലെ തന്നെ ശർക്കരയും നേന്ത്രപ്പഴവും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ തോലൊക്കെ കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴവും നമ്മളിത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ പുതിയ പുതിയ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടോ ഞാൻ ഇതൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിത് നേന്ത്രപ്പഴം അടിച്ചെടുത്തപ്പോൾ അടിയാത്ത കഷ്ണങ്ങളാണ് ഇടയിലൊക്കെ ഉള്ളത് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ആരും റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.